നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ക്രിസ് ക്രോസ് സ്റ്റിച്ചാണ്. കുറച്ച് വൈഡായിട്ടൊക്കെയുള്ള ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റിച്ചിൽ ബീഡ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈ സ്റ്റിച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ഈ സ്റ്റിച്ച് ചെയ്യാനും നമുക്ക് പാരലലായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത ബോക്സ് ചെയിൻ, അതുപോലെ ചോക്ലേറ്റ് സ്റ്റിച്ച് സെയിം അതുപോലൊക്കെ തന്നെയാണ്, പക്ഷേ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ ഡ്രോ ചെയ്തൊന്നും കാണിക്കുന്നില്ല, ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ആദ്യം ജെറി ത്രെഡിൽ ചെയ്ത് കാണിക്കാം, പിന്നെ സിൽക്ക് ത്രെഡിൽ കാണിക്കാം. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുത്തു, അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി മുകളിൽ സ്ലാൻറ്റിംഗ് ആയിട്ട് ഒരു ലോങ് ചെയിൻ. കഴിഞ്ഞ ക്ലാസ്സുകളിലെ സ്റ്റിച്ചിൽ നമ്മൾ സ്ലാൻറ്റിംഗ് ആയിട്ട് ലോങ് ചെയിൻ എടുത്തതിന് ശേഷം ഹോറിസോണ്ടൽ ലൈൻ ആയിരുന്നു. ഇവിടെ ഹോറിസോണ്ടൽ ലൈൻ അല്ല, അതിന് പകരം ബാക്കിൽ ഒരു ചെറിയ ചെയിനാണ് കൊടുക്കുന്നത്. വീണ്ടും താഴേക്ക് ഒരു ലോങ് ചെയിൻ, അതിനുശേഷം അതിൻ്റെ ബാക്കിലായിട്ടൊരു സ്മോൾ ചെയിൻ. ഇനി മുകളിലേക്ക് സ്ലാൻറ്റിംഗ്, ലോങ് ചെയിൻ, ബാക്ക് ചെയിൻ, വീണ്ടും താഴേക്ക് ലോങ് ചെയിൻ, ബാക്ക് ചെയിൻ. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ച്. ഈസിയാണ് ചെയ്യാൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബാക്ക് ചെയിൻ എടുക്കുമ്പോൾ ഒരുപാട് നീളത്തിലെടുക്കരുത്, എങ്കിൽ തീരെ ചെറുതായിട്ട് ലോക്ക് സ്റ്റിച്ച് പോലെ എടുക്കല്ല്. ഒരു മീഡിയം സൈസ് ചെയിനായിരിക്കണം നമ്മൾ ബാക്ക് ചെയിനായിട്ട് എടുക്കേണ്ടത്. ഇവിടെ ബാക്ക് ചെയിൻ എടുക്കുമ്പോൾ ആ 2 സ്റ്റിച്ചിൻ്റെയും മിഡ് പോയിൻറ്റിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ബാക്ക് ചെയിൻ ഒരുപാട് ലോങ്ങും ആവത്തില്ല, ഷോർട്ടും ആവത്തില്ല. കറക്റ്റായിട്ടുള്ള സൈസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്ക് ചെയിൻ എടുക്കുന്ന സമയത്ത് ഈ ലോങ് ചെയിൻ ചെറുതായിട്ടൊന്ന് ലൂസാകും. അത് കുഴപ്പമില്ല, കാരണം നമ്മൾ വീണ്ടും സ്ലാൻറ്റിംഗ് ആയിട്ട് താഴേക്ക് എടുക്കുമ്പോഴേക്കും ആ ഒരു ലോങ് ചെയിൻ ടൈറ്റ് ആയിക്കോളും. പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് ഒരു മീഡിയം ഡിഫറൻസിലായിരിക്കണം. ഒരുപാട് ഗ്യാപ്പും ആവാൻ പാടില്ല, എങ്കിൽ എല്ലാ സ്റ്റിച്ചും കൂടി ഇങ്ങനെ അടുപ്പിച്ചിരിക്കാനും പാടില്ല. അപ്പോൾ അടുപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭംഗി കിട്ടത്തില്ല. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓരോ വീഡിയോസും 1 by 1 ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മൊബൈൽ നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ എൻക്വയറി ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എൻഡ് നോട്ട് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഇനി സിൽക്ക് ത്രെഡിൽ ചെയ്ത് കാണിക്കാം. ജെറി ത്രെഡിൽ ചെയ്ത അതേപോലെ തന്നെയാണ് സിൽക്ക് ത്രെഡിലും ചെയ്യുന്നത്. എല്ലാ സ്റ്റിച്ചും ഞാൻ സിൽക്കിൽ മാത്രമേ ഞാൻ ചെയ്ത് കാണിക്കാറുള്ളൂ, പക്ഷേ ഇവിടെ ഞാൻ ജെറി ത്രെഡിലും കൂടി ഈ ഒരു സ്റ്റിച്ച് കാണിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ സിൽക്കിലും അതുപോലെ ജെറിയിലും നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ഭംഗിയാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ത്രെഡിലും ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഈ സ്റ്റിച്ച് ജെറിയിൽ ചെയ്യുന്നതിനേക്കാൾ എനിക്കെപ്പോഴും ഇഷ്ടം സിൽക്കിൽ തന്നെ ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും ഡ്രസ്സിൽ ചെയ്യുകയാണെങ്കിലും ഞാൻ സിൽക്ക് ത്രെഡ് മാത്രമേ പ്രിഫർ ചെയ്യത്തുള്ളൂ. ഫിനിഷിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ചിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണെങ്കിലും എനിക്കെപ്പോഴും ഇഷ്ടം സിൽക്ക് ത്രെഡിൽ തന്നെ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കഴിയുമ്പം രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഡ്രസ്സിലൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് കോൺട്രാസ്റ്റ് കളർ ത്രെഡ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ട് ആ ഒരു ഡിസൈനിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ജെറി ത്രെഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിൽക്ക് ത്രെഡിൽ ചെയ്യുന്ന ഒരു ഭംഗി കിട്ടാറില്ല. ബോർഡറിലും നെക്കിലും ഒക്കെ ഈ ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇവിടെ ബീഡ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡർ ഇല്ലേ, നമ്മൾ ആ 2 ലൈൻ വരച്ച് ആ ബോർഡറിൽ വേണമെങ്കിൽ നമുക്ക് ബീഡ്സ് വർക്ക് കൊടുക്കാം. ചെറിയ ഷുഗർ ബീഡ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സിൽക്ക് ത്രെഡിൻ്റെ തന്നെ ചെറിയ ചെയിൻ സ്റ്റിച്ച് വേണമെങ്കിലും ബോർഡറായിട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ. ഇനി ഈ സ്റ്റിച്ച് ഫില്ലിംഗ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഹണി ബീയുടെ പിക്ചറാണ് ഡ്രോ ചെയ്യുന്നത്. ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് അധികം യൂസ് ചെയ്യേണ്ടി വരാറില്ല. പിന്നെ നമുക്ക് ഇതുപോലുള്ള മോട്ടീഫ് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ആ ഒരു മോട്ടീഫിന് മാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഇതുപോലെയുള്ള മോട്ടീഫുകൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ തന്നെ 2 സൈഡും കർവ് അല്ലേ, അപ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് ഡ്രോ ചെയ്ത് നോക്കിയിട്ട് വേണം പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ ഇപ്പോൾ ആ മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ, അവിടെ ഒരു സൈഡ് കർവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം ഡ്രോ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ യൂസ് ചെയ്യുകയാണ് കേട്ടോ, ആ ഹണി ബീയുടെ കളറുമായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്.
ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ്ങിനെ ഫാസ്റ്റിൽ കാണിച്ചു പോകുന്നത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇവിടെ താഴത്തെ ഈ ഒരു പാർട്ട് ചെയിൻ സ്റ്റിച്ചിലാണ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഫുള്ള് ഔട്ട്ലൈനും കൊടുക്കുന്നുണ്ട്. ഔട്ട്ലൈൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഓരോ നമ്മൾ ക്രിസ് ക്രോസ് ചെയ്തിട്ടില്ലേ, ആ ഓരോ ക്രിസ് ക്രോസിൻ്റെയും ഇടയിലൂടെയും നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ 2 പാരലൽ ലൈൻസ് വരയ്ക്കുന്നില്ലേ, ആ ഒരു ലൈനിലും കൂടി ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു സ്റ്റിച്ച് സിൽക്ക് ത്രെഡിലും സെറി ത്രെഡിലും ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് കാണിച്ചു തരാമെന്ന്. ഇത് കണ്ടോ, എനിക്കെപ്പോഴും കാണാൻ ഇഷ്ടം സിൽക്ക് ത്രെഡിൽ തന്നെയാണ് കേട്ടോ. അതിലാണ് എനിക്കൊരു ഫിനിഷിങ്ങും ഒക്കെ തോന്നാറുള്ളത്. സിൽക്ക് ത്രെഡിൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഭംഗി എനിക്ക് സെറി ത്രെഡിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറില്ല. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ചെയ്തില്ലേ, സെയിം അതേ പിക്ചേഴ്സ് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. അതായത് സെറി ത്രെഡിൽ ഒരു ലൈൻ ചെയ്യണം, പിന്നെ സിൽക്ക് ത്രെഡിൽ ഒരു ലൈൻ ചെയ്യണം, പിന്നെ ആ ഹണിബിയുടെ പിക്ചറില്ലേ അതും കൂടി പ്രാക്ടീസ് ചെയ്യണം. ഹണിബിയുടെ പിക്ചറിലാണെങ്കിലും നമ്മൾ ഒരുപാട് ലെയറായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ആയിക്കോളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്